ഇപ്പോഴത്തെ നിന്റെ ആരോഗ്യവും ഉശിരും പ്രസരിപ്പും ഒക്കെ പോകും കേട്ടോ. നിനക്ക് ആകോ ആരോഗ്യം ഉള്ളപ്പോൾ നീ നിന്റെ പിള്ളേരെയും ഭർത്താവുമായിട്ട് നേരെ വിട്ടുപോയി. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഇത് തന്നെ നിനക്കും കിട്ടും. പിള്ളേര് നിന്നെ വിട്ടേച്ച് നിങ്ങൾ ചിലർ ചിന്തിക്കുക, ഞാൻ രാവിലെ ഓർത്തതായി ഇന്ന് പോകുന്നില്ലെന്ന്, പിന്നെയും വെറുതെ ഇരിക്കണ്ടല്ലോ എന്നോർത്ത് പോയതാ. വരണ്ട ഒരു കാര്യവും. റിബേക്കായെ വിവാഹം കഴിച്ച് ഇസഹാക്ക് കൂടാരത്തിൽ കൊണ്ടുചെന്നപ്പോൾ മരണദുഃഖം മാറി. എന്റെ മാന്യ സഹോദരിമാരോട് പറയാം, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ ദുഃഖം മാറണം. അതിനാ ദൈവം നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുചെന്നേ. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൂടിന്റെ കുടുംബിക്ക് എടുത്തോണ്ട് നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന്റെ ദുഃഖം മാറണം. അവിടെ ആരെങ്കിലും ദുഃഖിതരോ നിരാശിതരോ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ അവിടെ കാല് കുത്തുമ്പോൾ അതിന് പരിഹാരമുണ്ടാകണം. അല്ല, ആ കൃപ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. വിശേഷിച്ച് സഹോദരിമാരെ. പിന്നെ എല്ലാവർക്കും ഒരു മോഹമെല്ലാം. ദൈവത്തിന് മഹത്വം. ഭർത്താവിന്റെ വീട്ടിലോട്ട് ചെന്നപ്പോ അവിടുത്തെ ദുഃഖം മാറിയെന്ന്. ഒരു ഭർത്താവിനെ കാലുമടിച്ചടിച്ച് അയാള് കനാലിൽ കിടക്കുക. കയറി വരുമ്പം വീണ്ടും ഒറ്റയടിക്ക് അയാളെ കനാലിലിട്ട്. പണ്ട് ഇന്നാളെ ഞാൻ പറഞ്ഞതാ, ചോദിച്ച കല്യാണാലോചനയ്ക്ക്. അപ്പോൾ ചോദിച്ചത് എങ്ങനെയുണ്ട്? ആ തോടുള്ളത് കൊണ്ട് അവിടെ തച്ചായൻ രക്ഷപ്പെടുന്നു. തല്ലാൻ വരുമ്പോൾ അയാൾ നീട്ടി ചാടും തോട്ടിലോട്ട്. മഞ്ചാടിക്കരി ഉള്ള ഞാൻ കാണിക്കാം. അവര് തുടുപ്പുമായിട്ട് വരും. അയാൾ നല്ല സ്പീഡാ ചാടാൻ. ചാടിയച്ചാൽ പമ്മി കിടക്കും പോളയുടെ. തള്ള പിന്നെ കുറച്ച് കഴിയുമ്പോൾ അകത്തോട്ട് കയറി അന്നേരം പോള മാറ്റി വെച്ച് നോക്കും പോയോ എന്ന്. ദൈവത്തിന് മഹത്വം. മരണദുഃഖം മാറണം.